2025 4-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ജീവിത വെല്ലുവിളികളെ നേരിടാൻ ധൈര്യമുള്ളവരായിരിപ്പീൻ എന്ന വിഷയത്തെപ്പറ്റി ഈ മാസം നമുക്ക് ചിന്തിക്കാം. ഭയവും ഉത്കണ്ഠയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാകും. ഇസഹാക്കിന് ക്ഷാമം നേരിട്ടപ്പോൾ അവൻ ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായിരുന്ന അബിമേലെക്കിനെ ചെന്ന് കണ്ടു. എന്നാൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട്, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക എന്ന് പറഞ്ഞു. ഇസഹാക്ക് തന്റെ പിതാവ് ചെയ്ത തെറ്റ് ആവർത്തിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അബ്രഹാം ഭയപ്പെട്ടപ്പോൾ മിസ്രൈമിലേക്ക് പോയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു. ദൈവം ഇസഹാക്കിനോട്, ഞാൻ നിന്നോട് കൂടെയിരുന്ന് നിന്നെയും നിന്റെ സന്തതിയെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്ന് ഒരു വാഗ്ദത്തം നൽകി. തന്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ യഥാസ്ഥാനപ്പെടുമെന്ന് ഇസഹാക്കിന് അറിയില്ലായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് അവൻ ഗെരാറിൽ പാർത്തു. ആ സ്ഥലത്ത് താമസിക്കുവാൻ ഇസഹാക്കിനെ പ്രേരിപ്പിച്ചത് എന്താണ്? അത് മറ്റൊന്നുമല്ല, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തം മാത്രമായിരുന്നു. ഇസഹാക്കിന് ആട്ടിൻകുട്ടികളും മാട്ടിൻകുട്ടികളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. പ്രിയ സ്നേഹിത, അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം അസൂയയും ശത്രുത്വവും വർദ്ധിക്കുന്നത് ഒരു വസ്തുതയാണ്. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കിണർ കുഴിച്ച് നീരുറവ കണ്ടപ്പോഴെല്ലാം അവന്റെ ഇടയന്മാർക്ക് നേരെ ശണ്ഠകളുണ്ടായി. അങ്ങനെ അവൻ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകേണ്ടതായി വന്നു. താൻ ബർശേബയ്ക്ക് പോയ ആ രാത്രിയിൽ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ടു. ശണ്ഠയും കലഹവും നേരിട്ട ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ നാം കേൾക്കുന്ന വാക്കുകൾ ജീവിതത്തിൽ വളരെ അർത്ഥവത്താണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. സമ്മർദ്ദങ്ങളുടെയും വേദനകളുടെയും നിമിഷത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്ന നല്ല കർത്താവാണ്. ഈ വാഗ്ദത്തത്തിലൂടെ കർത്താവ് ഇസഹാക്കിനെ ശക്തിപ്പെടുത്തി. പ്രിയ സുഹൃത്തെ, ദൈവ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് തുടരുവാൻ കർത്താവ് ഒരിക്കലും നമ്മോട് ആവശ്യപ്പെടില്ല. ഭയത്തിന്റെയും എതിർപ്പുകളുടെയും ശത്രുതയുടെയും ഒക്കെ സ്ഥലത്ത് ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ എവിടെയാണോ ദൈവം അനുഗ്രഹിക്കുന്നതുവരെ അവിടെ തുടരുവാൻ ഇടയായിത്തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ഇസഹാക്കിന്റെ ജീവിതത്തിൽ ക്ഷാമത്തിന്റെ സ്ഥലം ക്ഷേമത്തിന്റെ സ്ഥലമായി മാറി. ഭയത്തിന്റെ സ്ഥലം വിശ്വാസത്തിന്റെ ഒരു സ്ഥലമായി മാറി. ശത്രുതയുടെ സ്ഥലം സമാധാനത്തിന്റെ സ്ഥലമായി മാറി. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ധൈര്യമായിരിക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.